രഘു തന്റെ കാമുകിയെയും കൂട്ടി സ്റ്റാർബക്സിൽ കോഫി കുടിക്കാൻ പോകാൻ നേരമാണ് അവന് സ്വന്തമായൊരു വണ്ടിയിലെന്ന് കാമുകിയായ അവന്തിക അറിഞ്ഞത്. അതോടെ സ്റ്റാർബക്സ് ക്യാൻസലാക്കി സ്വന്തമായൊരു വണ്ടി വാങ്ങി ഇനി തന്നെ വിളിച്ചാൽ മതിയെന്ന് അവൾ അവനോട് പറഞ്ഞു. മാസം 40,000 രൂപ ശമ്പളമുള്ള രഘു തന്റെ സേവിങ്സും വീട്ടുകാരുടെ സേവിങ്സും എടുത്ത് 1,00,000 രൂപ വില വരുന്ന ഒരു സ്കൂട്ടി വാങ്ങാൻ പോയി. അവന്തികയ്ക്ക് ഏത് കളറാണ് ഇഷ്ടമെന്നറിയാൻ അവൻ അവളെ ഫോൺ ചെയ്തതും സ്കൂട്ടി ഒന്നും വാങ്ങി എന്റെ മുന്നിൽ വന്നേക്കരുതെന്നും ഒരു സ്പോർട്സ് ബൈക്ക് വാങ്ങി വന്നാൽ മതിയെന്നുമായിരുന്നു അവളുടെ മറുപടി. അങ്ങനെ സ്കൂട്ടി വാങ്ങാൻ വെച്ച 1,00,000 ഡൗൺ പേയ്മെന്റ് ആയി നൽകി ബാക്കി EMI-യിൽ അവനൊരു സ്പോർട്സ് ബൈക്ക് വാങ്ങുകയും അവളുമായി കറങ്ങാനും തുടങ്ങി. എന്നാൽ കാര്യങ്ങളൊന്നും അവിടം കൊണ്ട് അവസാനിച്ചില്ല. അവനോടൊത്ത് തിയേറ്ററിൽ പോയ അവൾ 3,000 രൂപയ്ക്ക് ഫുഡ് വാങ്ങി കഴിച്ചും അവന്റെ ശമ്പളത്തിന്റെ ഇരട്ടി വില വരുന്ന ഒരു മാല വാങ്ങിയും പിന്നീട് നിരവധി ഷോപ്പിങ്ങുകൾ നടത്തിയും അവന്റെ കീശി അവൾ കാലിയാക്കിച്ചു. തന്റെ വരുമാനം കൊണ്ട് അവളെ പോറ്റാൻ സാധിക്കാതെ വന്നതോടെ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കേണ്ട അവസ്ഥ അവന് സംജാതമായി. ഒരു ദിവസം അവനെയും കൂട്ടി ഊട്ടിയിൽ പോയവൾ നമ്മുടെ കല്യാണത്തിനാണെന്നും പറഞ്ഞ് അവിടുന്ന് സാരിയും താലിയും ഒക്കെ വാങ്ങി പിറന്നു വീണ അവന്റെ ക്രെഡിറ്റ് കാർഡിനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു കടത്തിലാക്കി. അങ്ങനെ കടം കയറി അവനെ അന്വേഷിച്ച ആളുകൾ വരികയും EMI അടക്കാഞ്ഞതിനാൽ അവന്റെ ബൈക്ക് അവർ തിരിച്ചെടുക്കുകയും ചെയ്തു. കാമുകിയുടെ പിറകെ നടന്ന് കൃത്യസമയത്ത് വർക്ക് തീർക്കാത്തതിനാൽ അവന് തന്റെ ജോലിയും നഷ്ടപ്പെട്ടു. നാട് മൊത്തം കടമുണ്ടാക്കി വെച്ച അവന്റെ ഈ ചെയ്തിയിൽ ഗത്യന്തരമില്ലാതെ അവന്റെ കുടുംബത്തിന് അവരുടെ നിലവിലെ വീട് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അതോടെ കാമുകിക്ക് വേണ്ടി താൻ ചെയ്ത മണ്ടത്തരം തിരിച്ചറിഞ്ഞ രഘു അവന്തികയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അവളാണെങ്കിൽ അവനെ ഒട്ടും വിടാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ഈ പ്രശ്നം പോലീസിന്റെ മുന്നിലെത്തിയതും രഘു ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു. ഒന്നുകിൽ അവൾ താനുമായി ഒരു ബന്ധവുമില്ലെന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് തനിക്ക് എഴുതി തരണം, അല്ലെങ്കിൽ ഇത്രയും കാലം താൻ അവൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ അവൾ ഇനി തനിക്ക് ചെയ്തു തരണം. രഘുവിന്റെ പണം കൊണ്ട് ദൂർത്തടിച്ചിരുന്നെങ്കിലും അവനോടുള്ള ഇഷ്ടം ട്രൂ ആയതിനാൽ അവൾ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും തുടങ്ങി. അങ്ങനെ എന്നും അവനെ ഡ്രോപ്പ് ചെയ്തും അവന് ഇഷ്ടമുള്ള ബ്രാൻഡിന്റെ മദ്യം വാങ്ങിച്ചു കൊടുത്തും താൻ വരുത്തി വെച്ച അവന്റെ കടമെല്ലാം ഏറ്റെടുത്ത് അടക്കാൻ ശ്രമിച്ചും അവൾ തന്റെ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിൽ അവളും കടം കയറി അവന്റെ അതേ അവസ്ഥയിലേക്ക് എത്തുകയും അവളുടെ ജോലി പോവുകയും ചെയ്തതോടെ രഘുവിന്റെ അവസ്ഥ അവൾ തിരിച്ചറിയുകയും താൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ അവനോട് മാപ്പ് പറയുകയും ചെയ്തു. അങ്ങനെ ജീവിതം പഠിച്ച അവന്തികയെ രഘു സ്വീകരിക്കുകയും നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിച്ച അവന് ബാക്കിയുള്ള കടങ്ങളൊക്കെ തീർക്കാനും സാധിച്ചു.